തീരാസമസ്യയായി നിലകൊള്ളുന്ന നരകത്തിലേക്കുള്ള വഴി എന്നറിയപ്പെടുന്ന ഒരു ഗർത്തമുണ്ട്. റഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നിഗൂഢ പ്രദേശമാണ് ബറ്റഗൈക്ക ഗർത്തം. ലോകത്തിലെ ഏറ്റവും വലിയ പെർമാഫ്രോസ്റ്റ് ഗർത്തമായ ബറ്റഗൈക്ക റഷ്യയിലെ ചെർസ്കി റേഞ്ച് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. യാന നദിയുടെ പോഷക നദിയായ ബറ്റഗൈക്കയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കിഴക്കൻ സൈബീരിയൻ ടൈഗയിൽ 100 മീറ്റർ വരെ ആഴത്തിലും 1 കിലോമീറ്റർ നീളത്തിലുമുള്ള ഒരു വാൽമാക്രിയുടെ രൂപത്തിലാണ് ഈ ഗർത്തം. ഇത് ഓരോ വർഷവും 35 ദശലക്ഷം ഘന അടി അഥവാ 1 ദശലക്ഷം ക്യൂബിക് മീറ്റർ വളരുന്നതായി ഒരു പുതിയ പഠനം പറയുന്നു. ചുറ്റുമുള്ള വനം വെട്ടിത്തെളിച്ചതിനു ശേഷം 1960കളിലാണ് ഗർത്തം ആദ്യമായി വളരാൻ ആരംഭിച്ചത്. ഈ പ്രദേശത്തുണ്ടായ വെള്ളപ്പൊക്കവും ഗർത്തത്തിന്റെ വ്യാപ്തി കൂട്ടുന്നതിന് ആക്കം കൂട്ടി. റഷ്യയിലെ വടക്കൻ യാക്കുട്ടിയയിലെ യാന അപ്ലാന്റിസ് കുന്നിൻ ചെരുവുകളുടെ ഒരു ഭാഗം ഇടിഞ്ഞുപോയപ്പോൾ 1991ലാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ ഈ ഗർത്തം ആദ്യമായി കണ്ടത്. അതിനുശേഷം മലഞ്ചെരുവിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ പുരാതനമായ ഉറച്ച മഞ്ഞിന്റെ പാളികൾ വെളിവായി. ഇവ ഏകദേശം 6,50,000 വർഷങ്ങളായി തണുത്തുറഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളാണ്. ഇവിടങ്ങളിലെ മഞ്ഞ് പതിയെ ഉരുകുന്നതാണ് ഗർത്തത്തിന്റെ ആഴം കൂടാൻ കാരണം. 2014 ഇതിന്റെ വീതി 2600 അടിയായിരുന്നു. 10 വർഷത്തിനുള്ളിൽ അത് 660 അടി വർദ്ധിച്ചു. ഇത് വളരുകയാണെന്ന് ഗവേഷകർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്നാൽ ഗർത്തത്തിന്റെ അളവ് അവർ കണക്കാക്കുന്നത് ഇതാദ്യമായാണ്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ, ഫീൽഡ് അളവുകൾ, ബറ്റഗൈക്കയിൽ നിന്നുള്ള സാമ്പിളുകളുടെ ലബോറട്ടറി പരിശോധനയിൽ നിന്നുള്ള ഡേറ്റ എന്നിവ പരിശോധിച്ചാണ് അവരുടെ നിഗമനം. ഗിസയിലെ 14ലധികം വലിയ പിരമിഡുകൾക്ക് തുല്യമായ ഐസ് ഇവിടെ ഉരുകിയതായി ഗവേഷകർ കണക്കാക്കുന്നു. ഈ ഗർത്തം ഇപ്പോഴും സജീവമായി വളരുന്നു. എന്നാൽ അതിന് എത്രത്തോളം വികസിക്കാനാകുമെന്നതിൽ ഒരു പരിധിയുണ്ട്. ഏതാനും അടി കനത്തിൽ മാത്രമേ ഗർത്തത്തിനുള്ളിൽ മഞ്ഞുകട്ടകൾ ഇനി അവശേഷിക്കുന്നുള്ളൂ. ബറ്റഗൈക്ക ഗർത്തത്തിലെ ഐസ് ഉരുകിയതോടെ 2 ലക്ഷം മുതൽ 6,50,000 വർഷം മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന പൂമ്പൊടിയും കാള, മാമോത്ത്, കുതിര തുടങ്ങിയ മൃഗങ്ങളുടെ ശവശരീരങ്ങളും ഉൾപ്പെടെയുള്ള ഫോസിലുകളും അന്നത്തെ കാലാവസ്ഥാ വിവരങ്ങളിലേക്കുള്ള ഉൾക്കാഴ്ചയും ചരിത്ര ഗവേഷകർക്ക് ലഭിച്ചു. 2023 ഇവിടെ നിന്ന് ലഭിച്ച ഒരു ഡ്രോൺ ഫൂട്ടേജ് ഗർത്തത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി. ഗർത്തത്തിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പ്രദേശത്ത് വസിക്കുന്ന യാക്കുട്ട് വിഭാഗക്കാർ ഗർത്തവുമായി ബന്ധപ്പെടുത്തി അമാനുഷിക വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. ഉപജീവനത്തിനായി വേട്ടയാടൽ, മത്സ്യബന്ധനം എന്നിവയെ ആശ്രയിക്കുന്ന ഇവിടത്തെ ആളുകളുടെ സംസ്കാരം പരിസ്ഥിതിയുമായി അടുത്ത ബന്ധമുള്ളതാണ്. ഗവേഷകനായ ജൂലിയൻ മാർട്ടൻ ഗർത്തത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അടിയിൽ പാറ മാത്രമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ലോകമാകെയുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അപകടകരമായ സൂചനയാണ് ബറ്റഗൈക്ക ഗർത്തത്തിന്റെ താപീയ വികാസം നൽകുന്നത് എന്ന് പഠനം നടത്തിയ മെൽനിക്കോവ് പെർമാഫ്രോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രധാന ഗവേഷകയായ നികിത തനനെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭൂമിയിലെ വർദ്ധിച്ചു വരുന്ന താപനിലയും മനുഷ്യപ്രവർത്തികൾ മൂലമുണ്ടാകുന്ന സമ്മർദ്ദവും മൂലം ലോകമെങ്ങും ഇത്തരത്തിൽ മഞ്ഞുരുകി ഗർത്തങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ചില പ്രദേശങ്ങളിൽ ഏകദേശം 100 മീറ്ററിൽ താഴെ ആഴമുള്ള മണ്ണിൽ ഓർഗാനിക് കാർബൺ നിക്ഷേപങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഹിമപാളികൾ ഉരുകുമ്പോൾ ഇവ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുകയും ഗ്രഹത്തിന്റെ താപനില വീണ്ടും കൂട്ടുകയും ചെയ്യും. സൈബീരിയൻ യാത്രയ്ക്ക് പോകുമ്പോൾ ബറ്റഗൈക്ക ഗർത്തവും സന്ദർശിക്കാം. പല ടൂർ കമ്പനികളും ഇതിനു മുകളിലൂടെ ഹെലികോപ്റ്റർ ടൂർ സംഘടിപ്പിക്കുന്നുണ്ട്. വേനൽക്കാലം ഈ പ്രദേശം സന്ദർശിക്കുന്നതിനുള്ള ഏറ്റവും സുരക്ഷിതമായ സമയമാണ്. സമീപ പ്രദേശങ്ങളിൽ ട്രക്കിംഗ് പോലുള്ള വിനോദങ്ങൾക്കും സൗകര്യമുണ്ട്. വാർത്തയുടെ നിറം തേടി തനി നിറം.